നമസ്കാരം. ഇന്ത്യയുടെ മനസ്സറിഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ വഴിത്തിരിവെന്ന് വിളിക്കാവുന്ന 1991 മുതൽ 96 കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി. സമഗ്ര സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ഇപ്പോൾ ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ മൻമോഹൻ സിംഗ് അന്തരിക്കുമ്പോൾ ഓർമ്മയാകുന്നത് ഇന്ത്യയെ സാമ്പത്തിക കരുത്തിലേക്ക് നയിച്ച വ്യക്തിത്വമാണ്. സ്പെഷ്യൽ റിപ്പോർട്ട്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങുകയാണ്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ദില്ലി എയിംസിൽ വെച്ച് ഇന്നലെ രാത്രി 9:30 മൻമോഹൻ സിംഗ് വിടവാങ്ങിയത്. സംഭവബഹുലമായ ഒരു ജീവിത കാലഘട്ടത്തിന് ശേഷമാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. 7 ദിവസത്തെ ദുഃഖാചരണം രാഷ്ട്രം അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെ തുടർന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസ് ആസ്ഥാനത്തടക്കം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിക്കുക. 1932 ജനിച്ച അദ്ദേഹം ഭാരതത്തിൻ്റെ റിസർവ് ബാങ്ക് ഗവർണർ മുതൽ പ്രധാനമന്ത്രി വരെ ആയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു, മാത്രമല്ല ഒരു രാഷ്ട്രീയക്കാരനും കൂടിയായിരുന്നു. ആ രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ 2004 മുതൽ 2014 വരെ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജീവിതം അവസാനിച്ച് അദ്ദേഹം വിട പറയുമ്പോൾ ഒരു കാര്യം ഓർത്തെടുക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ. അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്ത് 2013 നടന്ന ഒരു സംഭവമാണ്. കോൺഗ്രസിൻ്റെ ഇന്നത്തെ യുവരാജാവ്, അല്ലെങ്കിൽ അന്നും അദ്ദേഹം യുവരാജാവ് എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. നെഹ്റു കുടുംബത്തിൻ്റെ ഇളം തലമുറക്കാരൻ. മൻമോഹൻ സിംഗിന് ശേഷം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നാണ് കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 2013 രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗിനോട് കാട്ടിയ ഏറ്റവും വലിയ ഒരു നെറികേട് അത് ഇപ്പോൾ രാജ്യം ഓർക്കുകയാണ്. അതായത് ഒരു ഓർഡിനൻസ്, അന്നത്തെ മന്ത്രിസഭ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അംഗീകരിച്ച, ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഒരു ഓർഡിനൻസിൻ്റെ കരട് രൂപം പബ്ലിക്കായി വളരെ വാർത്താലേഖകരുടെ മുന്നിൽ വെച്ച് കീറിയെറിയുന്ന ഒരു സംഭവം. അത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വല്ലാതെ അപഹസിക്കുന്ന, അദ്ദേഹത്തെ വല്ലാതെ പരിഹസിക്കുന്ന, അദ്ദേഹത്തിന് ഏറെ അപമാനമുണ്ടാക്കിയ, മൻമോഹൻ സിംഗിന് മനസ്സിന് വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. സ്വന്തം പാർട്ടി ഭരിക്കുന്നു, സ്വന്തം പാർട്ടിയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ മന്ത്രിസഭ അംഗീകരിച്ച ഒരു ഓർഡിനൻസ് ഭാവിയിൽ പ്രധാനമന്ത്രിയാകാനിരുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കുപ്പായം തച്ചു വച്ചിരുന്ന ഒരു യുവ നേതാവ്, തന്നെക്കാൾ ഏറെ ജൂനിയർ ആയിട്ടുള്ള ഒരു നേതാവ് തൻ്റെ തീരുമാനത്തെ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ കാണെ വലിച്ച് കീറിയ ഒരു സംഭവം, അത് പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് സഹപ്രവർത്തകർ പലരും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതൊരു സുപ്രീം കോടതി വിധിയെ മറികടക്കാനായി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ഒരു ഓർഡിനൻസ് ആയിരുന്നു. ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ 8 സബ്സെക്ഷൻ 4 പ്രകാരം ആണ്, അല്ലെങ്കിൽ ഈ 8(4) ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് 8(4) റദ്ദാക്കിക്കൊണ്ടുള്ളതായിരുന്നു സുപ്രീം കോടതി വിധി. അതായത് ഒരു ജനപ്രതിനിധി, MLA-യോ MP-യോ ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി 2 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെട്ടാൽ ഉടനടി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം അല്ലെങ്കിൽ നിയമസഭാ അംഗത്വം അസാധുവാകുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഉടനടി അയോഗ്യനാകുന്ന ഒരു നിയമമാണ് സുപ്രീം കോടതി കൊണ്ടുവന്നത്. ഈ പറയുന്ന സെക്ഷൻ 8(4) എന്ന് പറയുന്നത് ഈ ജനപ്രതിനിധികൾക്ക് 3 മാസത്തെ സാവകാശം കൂടി നൽകുന്ന ഒരു വകുപ്പാണ്. അതായത് ജനപ്രതിനിധികൾ 2 വർഷമോ അതിലധികമോ ശിക്ഷിക്കപ്പെട്ടാലും അവർക്ക് അപ്പീൽ പോകുന്നതിനായി 3 മാസത്തെ സാവകാശം ഈ വകുപ്പ് നൽകുന്നുണ്ട്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് 8(4) നൽകുന്നുണ്ട്. ആ വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് ഉടനടി ഇവരെ അയോഗ്യരാക്കണം എന്നാണ് സുപ്രീം കോടതി അന്ന് വിധി പ്രഖ്യാപിച്ചത്. സത്യത്തിൽ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു വകുപ്പൊന്നുമല്ലായിരുന്നു. ഒരു സ്വാഭാവികമായ ഒരു നീതി തന്നെയാണ് ഈ 3 മാസത്തെ സമയമെന്നത്. പക്ഷേ അന്നത്തെ സാഹചര്യം അതായിരുന്നില്ല. വലിയ അഴിമതികൾ നടക്കുന്ന ഒരു സമയമായിരുന്നു. ജനപ്രതിനിധികളും മന്ത്രിമാരുമെല്ലാം അഴിമതി കേസിൽ കുടുങ്ങുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ടായിരിക്കണം സുപ്രീം കോടതി ഈ ജനപ്രാതിനിധ്യത്തിലെ ഇളവ് നൽകുന്ന വകുപ്പ് എടുത്തു കളഞ്ഞത്.
ആ സുപ്രീം കോടതി വിധി മറികടക്കാനുള്ള ഈ ജനപ്രാതിനിധ്യത്തിലെ വകുപ്പ് 8(4) പുനഃസ്ഥാപിക്കുന്ന ഒരു ഓർഡിനൻസാണ്. പാർലമെൻറ്റ് സമ്മേളിക്കാത്ത ഒരു സമയമായതിനാൽ ഓർഡിനൻസിലൂടെ ഈ സുപ്രീം കോടതി വിധി മറികടക്കാനാണ് മൻമോഹൻ സിംഗ് സർക്കാർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഒരു ഓർഡിനൻസാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വലിച്ചു കീറിയത്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിഷേധത്തെ തുടർന്ന് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തതാണെങ്കിലും പിന്നീട് ഓർഡിനൻസ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം കാലം ഇതിന് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വയനാട് MP ആയിരിക്കുമ്പോഴാണ് മാനനഷ്ട കേസിൽ ഈ ഓർഡിനൻസ് കീറിയെറിഞ്ഞ അതേ രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം റദ്ദായിരുന്നു. അന്ന് പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കിയപ്പോൾ പ്രതിപക്ഷം, അതായത് ഇന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ നേതൃത്വവും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ ഭയമാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയോടുള്ള ഭയം കാരണമാണ് ഉടനടി അംഗത്വം റദ്ദാക്കിയത് എന്നൊക്കെ കോൺഗ്രസ് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല. അന്ന് രാഹുൽ ഗാന്ധി കീറിയെറിഞ്ഞ അതേ ഓർഡിനൻസാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ പ്രവൃത്തിയാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത്. അദ്ദേഹം അന്ന് അത് കീറിയെറിയാതെ ഇരുന്നുവെങ്കിൽ അന്നത് നിയമമായിരുന്നേനെ. 3 മാസം സമയം രാഹുൽ ഗാന്ധിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഈ കാലം കാത്തുവച്ച നീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. വരിഷ്ഠനായ ഒരു നേതാവ്, വളരെയധികം സീനിയറായിട്ടുള്ള ഒരു നേതാവ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തെ വരെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പാർട്ടിയെ നിയന്ത്രിക്കുന്ന കുടുംബം എന്ന അഹന്ത വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം എടുത്ത ഒരു തീരുമാനം കീറിയെറിയുക എന്ന ഒരു മഹാ അപരാധമാണ് അന്ന് രാഹുൽ ഗാന്ധി ചെയ്തത്. അതിനുള്ള ശിക്ഷയാണ് വർഷങ്ങൾക്ക് ശേഷം അതേ നാണയത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് എന്ന് തന്നെ പറയാം. എന്തായാലും ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിടവാങ്ങുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് അടക്കം പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ആ തെറ്റ് ഏറ്റുപറയുമോ, അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ കാൽക്കലെങ്കിലും വീണ് മാപ്പപേക്ഷിക്കുമോ എന്നാണ് ഇനി രാജ്യം കാത്തിരിക്കുന്നത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.